നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനിൽ കേശവൻ ബാബു, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ അഥവാ പൈൽസ്. എന്താണ് ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ മലദ്വാര സംബന്ധമായ ഒരു രക്തക്കൊഴലിലെ ചീർപ്പിനാണ് നമ്മൾ യൂഷ്വലി ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഹെമറോയിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണലുണ്ട്, ഇന്റേണലുണ്ട്. ഇന്റേണൽ ഹെമറോയിഡ്സ് യൂഷ്വലി നമ്മളൊരു ക്ലോക്ക് ഷേപ്പ് എന്ന് വിചാരിച്ചു 3, 7, 11 കൂടുതലും കാണുന്നത്. ഇതിനെ നോർമലി കാണുന്നത്. ഇതിന് ഈ പൊസിഷൻ അല്ലാത്ത വരുന്ന നമ്മൾ പെത്തോളജിക്കൽ ഹെമറോയിഡ്സ് എന്നും പറയും. പിന്നെ വരുന്ന എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഇരിക്കുന്ന രക്തക്കൊഴലിലെ ചീർപ്പ് കൊണ്ടുവരുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുകൊണ്ടാവും. ഓക്കെ, അതിന് മുമ്പ് ഇതിൽ എന്തെല്ലാം ടൈപ്സ് ഓഫ് ഹെമറോയിഡ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 4 ടൈപ്പ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2 യൂഷ്വലി മലദ്വാരത്തിനുള്ളിലാണ് യൂഷ്വലി ചെറിയൊരു ബ്ലീഡിങ് സ്പോട്ട്സ് ആയിട്ടേ നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട്. ഗ്രേഡ് 3, ഗ്രേഡ് 4 ആണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് വിരൽ വെച്ച് അകത്ത് തള്ളിക്കയറ്റേണ്ട അവസ്ഥ വരാം. ഗ്രേഡ് 4 ഫുൾ ഇങ്ങനെ മലദ്വാരത്തിന് പുറത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയും വരാം. ഈ ഓരോ ഗ്രേഡിനനുസരിച്ച് നമ്മൾ ചികിത്സാ രീതികളും വ്യത്യാസം വരും. ഇത് വരാനുള്ള കാരണങ്ങൾ ഒന്ന്, ലോങ് സ്റ്റാൻഡിങ്, ഒരുപാട് നേരം നിൽക്കുന്ന, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന, ഒരുപാട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മലദ്വാരത്തിലുള്ള രക്തക്കൊഴലിലെ പ്രഷർ ചീർത്ത് അത് പ്രഷർ കൊണ്ട് ആ രക്തക്കൊഴൽ ബ്ലോ ഔട്ട് ചെയ്യുമ്പോഴാണ് യൂഷ്വലി കാണുന്നത്. ഇത് പിന്നെ ഫിസിയോളജിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒന്ന് പ്രഗ്നൻസിന്റെ ഭാഗമായിട്ട് വരുന്ന വയറിൽ ഇൻട്രാബ്ഡോൺ പ്രഷർ കൂടുമ്പോൾ രക്തക്കൊഴലിൽ പ്രഷർ കയറുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഉള്ളവർക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഗർഭിണിയായ സ്ത്രീകൾക്ക് യൂഷ്വലി അത് കാണാറുണ്ട്. അതും യൂഷ്വലി വെരിക്കോസ് വെയിനുമായിട്ട് ഒരുമിച്ച് യൂഷ്വലി പ്രസന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്താണ്? യൂഷ്വലി പേഷ്യന്റ് വരുന്ന ബാത്റൂം മോശം പോയി കഴിയുമ്പോൾ രക്തത്തുള്ളികൾ ഇങ്ങനെ പോകുന്നത് ആയിട്ടാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത്. ചിലവർക്ക് മ്യൂക്കസ് ആയിട്ട് വരാം. ഈ രക്തം പോകുന്നത് വിത്ത് ഓർ വിത്തൗട്ട് പെയിൻ, വേദന ഇല്ലാത്തൊരു സാഹചര്യം കൂടെ വരാം. ഇതാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത്. ഇതിന് ചികിത്സാ രീതികൾ, ഇത് ഓരോ ഗ്രേഡിന് ഓരോ രീതിയിൽ ചികിത്സയാണ് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്തത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 യൂഷ്വലി ചെറിയൊരു സ്ക്ലീറോതെറാപ്പി, ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അങ്ങ് സെറ്റിൽ ആവുന്നതാണ്. അത് ഒരു സ്ക്ലീറോതെറാപ്പി എന്ന് പറയുമ്പോൾ രക്തക്കൊഴലിനകത്തോട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, ആ രക്തക്കൊഴൽ കംപ്ലീറ്റ് കഴിഞ്ഞ് പോകുന്ന അവസ്ഥയാണ്. ഗ്രേഡ് 2, ഗ്രേഡ് 3 നമുക്ക് ബാൻഡിങ് എന്ന് പറയുന്നത് ഒരു റബ്ബർ റിങ് കണക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സർജറി, ഒരു പ്രൊസീജിയർ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഗ്രേഡ് 3, ഗ്രേഡ് 4 ആണ് യൂഷ്വലി അഡ്വാൻസ്ഡ് സർജറീസിലോട്ട് നമ്മൾ പോകുന്നത്. അഡ്വാൻസ് സർജറി എന്ന് പറയുന്നത് ലേസർ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, സ്റ്റേപ്ലർ ചെയ്യുന്നുണ്ട്, പിന്നെ RF റേഡിയോ ഫ്രീക്വൻസിയിൽ നമ്മുടെ ലാപ്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലൈഗാഷോർ വെച്ച് നമ്മൾ എടുക്കാറുണ്ട്. ഹെമറോയിഡക്ടമി വളരെ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹെമറോയിഡ്സ് നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? യൂഷ്വലി ഈ ഹെമറോയിഡ് എന്ന് പറയുമ്പോൾ ഈ രക്തക്കുഴലാണ്. അപ്പോൾ അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവും, വ്രണങ്ങളുണ്ടാവും, പഴുത്ത് വല്ലാതെ ഒരു ജീവന അപകട സ്റ്റേജ് പോലെ പൈമിയ പോലെ ഒരു സാഹചര്യം കൊണ്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാവുന്ന കൂട്ടുകാർക്കോ നമുക്ക് ഫ്രണ്ട്സിനോ മലദ്വാരം സംബന്ധമായ ഡൗട്ട്സ്, യൂഷ്വലി ബുദ്ധിമുട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിക്കുക. അതിനനുസരിച്ചുള്ള കറക്റ്റ് ചികിത്സ ലഭ്യമാക്കുക. നന്ദി. താങ്ക് യു.